വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾക്കൊരു പർച്ചേസ് ഡേ ആണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് പോയിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് എനിക്ക് വേണ്ടി ചെയ്തിട്ട് വരാൻ വിചാരിച്ചു. ഞാൻ അങ്ങനെ എത്തിപ്പെട്ടത് സെൻറ്റർ സ്ക്വയർ മോളിലേക്കായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു മോൾ പേഴ്സൺ അല്ല. എനിക്കിങ്ങനെ നടന്ന് മോളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു തരത്തിലുള്ള ആനന്ദം കിട്ടാറില്ല. എനിക്കിങ്ങനെ പുറത്തൊക്കെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. മോളിൽ നടക്കുന്നതിനെ പറ്റി ഞാൻ അത്രയും ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുവാണെങ്കിൽ പോലും. അതിനുശേഷം ഞാൻ നേരെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഫ്രഷായി അമ്മേനെയും കൊണ്ട് ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു. അമ്മയ്ക്ക് എന്നെ കൊണ്ട് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നിന്ന് കൊടുക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ പർച്ചേസിന് പോയപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഫോർമൽ പാൻസ് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുത്ത് ഞാൻ പർച്ചേസ് ചെയ്തതാണെങ്കിൽ പോലും ഞാനത് ഇടത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് പർച്ചേസ് ചെയ്തില്ല. ആൻഡ് അമ്മയ്ക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം ഈ ബേബീനെ കാണാൻ പോക്കായിരുന്നു. അമ്മയുടെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ, അമ്മയുടെ ബാല്യകാല സുഹൃത്തിൻ്റെ പേരക്കുട്ടിയാണ് ഗൈസ് ഇത്. സോ ഞങ്ങൾ വിചാരിച്ചു പോയി കാണാൻ വിചാരിച്ചു. കുറേ നാളായി ജനിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിന്നെ ആവട്ടെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇനി പിന്നെ ആവണ്ട, കുഞ്ഞിന് 56 കഴിയാറായി, നീ വേഗം വാ, നമുക്ക് കുഞ്ഞിനെ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അമ്മ എന്നെ വലിച്ചു കൊണ്ടുവന്നതാണ് ഇങ്ങോട്ടേക്ക്. ആൻഡ് കുറച്ച് നേരം ഇങ്ങനെ കുട്ടികളൊക്കെ കളിപ്പിച്ച്. നിങ്ങളൊക്കെ വിചാരിക്കും എനിക്ക് കുട്ടീനെ എടുക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ കുട്ടീനെ എടുക്കാൻ പ്രോയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം. ബിക്കോസ് മറിയം ബേബീനെ മുതൽ എല്ലാവരെയും ഞാൻ തന്നെ നന്നായിട്ട് എടുത്ത് ശീലമുള്ളത് കൊണ്ടിട്ട് എനിക്ക് നല്ല ശീലം കേട്ടോ. ഇതാണ് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ അന്നത്തെ ഡേ അങ്ങനെ കഴിഞ്ഞു.